ആദ്യം തന്നെ ഞാൻ കൃപാസന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് റെജി. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 15, 2025 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ജർമ്മൻ എക്സാം പാസ്സാകാനും ഈ വർഷം തന്നെ ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കാനുമായിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അവളൊരു ഹിന്ദു ആയിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ പോവുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൊൽഹാപ്പൂർ എക്സാം പോകുന്നതിന് മുമ്പ് ഒരു വൃദ്ധസദനത്തിൽ പോയി അവിടെ സിസ്റ്റേഴ്സിനടുത്ത് സംസാരിച്ചു. എന്നെക്കൊണ്ട് കഴിയുന്നൊരു എമൗണ്ട് അവിടെ കൊടുത്തു. എല്ലാവരുടെ പ്രാർത്ഥന സഹായവും ചോദിച്ചിട്ട് വന്നു. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, 23-ാം തീയതി ഞാൻ നിൻ്റെ പേര് ഇവിടെ എഴുതാം, അന്നത്തെ ദിവസം ഇവിടെ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എക്സാമിന് പോയി തിരിച്ചു വന്നു. ഒരു 23-ാം തീയതി തന്നെ സിസ്റ്റർ പറഞ്ഞ ആ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എക്സാം പാസ്സായി. അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗം. രണ്ടാമത്തത് എനിക്ക് ഈ വർഷം തന്നെ ജർമ്മനി പോകണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ റാലിയിൽ പങ്കെടുത്തു. റാലിയിൽ ഞാൻ വെച്ച നിയോഗം മാതാവിൻ്റെ ഒക്ടോബർ മാസം എനിക്ക് VFS ഡേറ്റ് കിട്ടണമായിരുന്നു. കാരണം VFS ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 6-7 മാസം വെയിറ്റ് ചെയ്ത് ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു, എനിക്ക് സെപ്റ്റംബറിൽ VFSന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മാതാവ് എൻ്റെ ബർത്ത്ഡേ മാസം സെപ്റ്റംബർ 14 പക്ഷെ മാതാവിൻ്റെ മാസം ഞാൻ ചോദിച്ചപ്പോൾ മാതാവ് എൻ്റെ ജന്മദിന മാസം എനിക്ക് VFS ഡേറ്റ് തന്നു. അങ്ങനെ ഞാൻ എംബസി പോയി മാതാവിൻ്റെ വിശുദ്ധ ഉപ്പും തൈലവും എല്ലാം ഞാൻ അവിടെ പാസ്പോർട്ടിലെല്ലാം ഇട്ടു. അങ്ങനെ എനിക്ക് വിസ അടിച്ച് കിട്ടി. ഞാൻ ഈ മാസം 30-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തി ഞാൻ പത്രം എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. പിന്നെ വൃദ്ധസദനത്തിൽ പറ്റുന്നത് പോലെ അവരെ കണ്ട് സംസാരിക്കുകയും അവിടെ ഞാൻ എൻ്റെ അമ്മയായിട്ട് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ മാതാവിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് 2-3 ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരിപ്പോഴും ഉടമ്പടിയിലാണ്. പറ്റുന്നത് പോലെ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറയാറുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ എൻ്റെ സാക്ഷ്യം. മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി. സങ്കീർത്തനങ്ങൾ 37:4-5 ഇപ്രകാരം വായിക്കുന്നതാണ്. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുവേൻ. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. റെജിയാർ എന്ന മകളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ഉടമ്പടിയിലൂടെ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകൾക്ക് ജർമ്മനിയിൽ ഉപരിപഠനത്തിന് പോകാൻ സാധിച്ചു. എക്സാം ക്ലിയർ ചെയ്യുവാൻ സാധിച്ചു. മറ്റൊരു അക്രൈസ്തവ കുട്ടിയാണ് ഈ മകളോട് കൃപാസനത്തെ പറ്റി ഷെയർ ചെയ്തതും മറ്റൊരു വ്യക്തിയിൽ കൂടെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലേക്ക് എത്താൻ സാധിച്ചതും. നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് അമ്മയുടെ സ്നേഹം അറിയുവാനും ഈശോയുടെ അനുഗ്രഹങ്ങൾ വർഷിക്കുവാനും ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളിലൂടെ അനേകം ആളുകൾ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ഒരു മാധ്യമമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ മകളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഉടമ്പടി ഒരു വലിയ കാര്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരാളായി മാറ്റുവാൻ ദൈവം ആശീർവദിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. അമ്മയുടെ സാന്നിധ്യമുണ്ട്, വചനത്തിൻ്റെ ഒരു നിറവുണ്ട് ഉടമ്പടിയിൽ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷിയായിട്ടാണ് ഈ മകൾ ഇന്നിപ്പോൾ നിൽക്കുന്നത്. ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പേ അമ്മയ്ക്ക് ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ട് പോകാനാണ്. എല്ലാ കാര്യങ്ങളും ഈശോയിലും മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ
നമ്മൾക്കൊരു സംരക്ഷണമുണ്ട്. ഈശോയുടെയും അമ്മയുടെ സാന്നിധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ ബോധ്യം ദൈവത്തിന് മാത്രമേ നമുക്കത് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മകൾക്ക് കൂടുതൽ ഈശോയുടെയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകളോടൊപ്പം ആ കുടുംബത്തിനും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കുമായി സമർപ്പിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കൈകളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.